ഹലോ, ഇന്ന് ഞാൻ വരയ്ക്കുന്നത് എൻ്റെ കസിൻ്റെ ഫേസാണ് കേട്ടോ. ഞാനങ്ങനെ ഫേസ് ഒന്നും വരച്ചിട്ടില്ല. എന്നെ സംബന്ധിച്ച് ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഫേസ് വരയ്ക്കുന്നതാണ്. ബാക്കി ഒരു സീനറി വരയ്ക്കുവാനോ ഒരു ഒബ്ജക്റ്റ് വരയ്ക്കാനോ അല്ലെ അങ്ങനെ കാര്യങ്ങൾക്കൊക്കെ എനിക്ക് അത്ര ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല. പക്ഷേ അതിന് മുന്നേ ഒക്കെ ഉള്ള വീഡിയോ ശ്രദ്ധിച്ചാലും അറിയാം, ഒരു ഫേസ് വരയ്ക്കുമ്പോൾ എനിക്കെപ്പോഴും അതിൻ്റെ ആ ഒരു ലൈറ്റും ആ ഷെയ്ഡും അതെല്ലാം എനിക്കങ്ങ് മാറിപ്പോകാറുണ്ട്, മനസ്സിലാവാറില്ല പലപ്പോഴും. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഒരു കൃഷ്ണൻ്റെ ഇത് ചെയ്യുമ്പോഴും ആദ്യമായിട്ട് ഞാൻ ചെയ്യുന്നത് കൃഷ്ണൻ്റെയും അതുപോലെ തന്നെ രാധയുടെയൊക്കെ പെയിൻറ്റിങ്ങുകൾ ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ചെയ്യുമ്പോഴും ഞാൻ കുറേ ദിവസം എടുത്ത് കഷ്ടപ്പെട്ട് അങ്ങനെയൊക്കെയാണ് ചെയ്തു വന്നത്. അപ്പോൾ അത് ചെയ്ത് ഞാൻ യൂട്യൂബിൽ ഇട്ട സമയത്ത് എൻ്റെ കസിൻ വന്നിട്ട് അതിന് താഴെ, ഇവൻ്റെ പേര് കുഞ്ചു എന്നാണ്, അവൻ അതിൻ്റെ താഴെ വന്ന് കമൻറ്റ് ചെയ്തു, എനിക്കും ഇതുപോലെ ഒന്ന് വരച്ച് തരുമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ സ്വാഭാവികമായിട്ടും ചെയ്യാമല്ലോടാ എന്ന് പറഞ്ഞു. അപ്പോൾ എന്തെങ്കിലും ഇതുപോലെ തന്നെ എന്തെങ്കിലും പിക്ചറായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഒരിക്കലും ഫേസ് ആയിരിക്കും എന്ന് ഞാൻ ഓർത്തില്ല. കാരണം അന്നേരം കൃഷ്ണൻ്റെയും രാധയുടെയും ഒക്കെ ആയിരുന്നല്ലോ ഇട്ടിരുന്നത്. അപ്പോൾ അതുപോലെ എന്തെങ്കിലും ആയിരിക്കും എന്നാണ് ഓർത്തത്. പക്ഷേ അതായിരുന്നില്ല, അവൻ്റെ മുഖം വരച്ച് തരണം എന്നായിരുന്നു ഉദ്ദേശിച്ചത്. അപ്പോൾ അവൻ എന്നെ ഫോൺ വിളിച്ചു. ഞാൻ പറഞ്ഞത് സീരിയസ് ആയിട്ടാണ് കേട്ടോ, എനിക്ക് എൻ്റെ മുഖം വരച്ച് തരണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അത് പറ്റത്തില്ല, അതിന് കുറേ പൈസയൊക്കെ ചിലവുണ്ട് എന്നൊക്കെ ഞാനിങ്ങനെ പറഞ്ഞു. കാരണം വരയ്ക്കാൻ അറിയത്തില്ലെന്ന് പറയാൻ പറ്റാതെ പോയി. അപ്പോൾ അങ്ങനെയാണ് ഞാൻ അന്നേരം പറഞ്ഞു, അതൊന്നും കുഴപ്പമില്ല, പൈസയൊക്കെ ഞാൻ ഇപ്പോൾ തന്നെ ഇട്ട് തരാമെന്നൊക്കെ പറഞ്ഞു. ഇവൻ കാശ് അയച്ചു തന്നു. പിന്നെ ഞാൻ എന്ത് ചെയ്യും? എന്നിട്ട് ഞാൻ ശരി എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു എത്രയും പെട്ടെന്ന് വേണം, എനിക്ക് ഭയങ്കര അത്യാവശ്യമാണ്, പെട്ടെന്ന് വേണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഞാൻ അതായത് ഒത്തിരി കാലം മുന്നേ, വർഷങ്ങൾക്കൊക്കെ മുന്നെയാണ് ഫേസ് വരച്ചൊക്കെ നോക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ ചിത്രമാണ്. ഞങ്ങൾ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ആ പുള്ളീനെയാണ് ഞാൻ ആദ്യമായിട്ട് വരയ്ക്കുന്നത്. അപ്പോൾ അത് എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയും, നിനക്ക് അവനോട് ഭയങ്കര സ്നേഹമുള്ളതുകൊണ്ടാണ് വരയ്ക്കാൻ പറ്റിയത്, എന്ന് വെച്ചാൽ നിനക്കത് സ്നേഹമുള്ളതുകൊണ്ട് നിനക്ക് വരയ്ക്കാമല്ലോ, ഞങ്ങളൊന്നും വരയ്ക്കില്ലോ എന്നൊക്കെ എൻ്റെ ഫ്രണ്ട്സ് പറയായിരുന്നു, കളിയാക്കി എന്നോട് പറയാം. അപ്പോൾ ശരിയാണ്, നമ്മൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ കുത്തിക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ വരച്ചുകൊണ്ടൊക്കെ ഇരിക്കും. അപ്പോൾ അതൊക്കെ ശരിയാവും. പക്ഷേ ഫ്രണ്ട്സിനെ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവരുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോയൊക്കെ മേടിച്ചിട്ട് വരയൊക്കെ ഇട്ട് ഗ്രിഡൊക്കെ ഇട്ട് ഞാൻ നശിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഫോട്ടോയൊക്കെ. അപ്പോൾ അതൊക്കെ ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്, ആ ഫോട്ടോസൊക്കെ അങ്ങനെ വരയിട്ട് വെച്ചിരിക്കുന്ന ഫോട്ടോസ്. എന്നിട്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ടിനെ ഞാനിങ്ങനെ വരച്ചൊക്കെ നോക്കി. പക്ഷേ അത് ശരിയായിട്ടുമില്ല. അതൊരു പ്രേത കോലത്തിലൊക്കെ ആയിരുന്നു ഇരിക്കുന്നത്. കാരണം സ്കെച്ച് ചെയ്തിട്ടേ ഉള്ളൂ. പക്ഷേ എന്നാൽ പോലും ഞാൻ ഈ മൂക്കൊക്കെ അങ്ങോട്ട് വരച്ചങ്ങോട്ട് വെക്കും. അപ്പോൾ എന്ത് കോലം, എന്താ ഇത് കാണിച്ചിരിക്കുന്നത്, ഞാൻ കാണിച്ചിട്ട് പോലും ഇല്ല അവളെ, അതെനിക്ക് വരയ്ക്കാൻ പറ്റത്തില്ല, അത് ശരിയായില്ല അങ്ങനെയൊക്കെ പറഞ്ഞ് അന്ന് അതങ്ങനെയൊക്കെ തള്ളി നീക്കി. അപ്പോൾ അന്നത്തോടെയൊക്കെ ആ ശ്രമം, ശരിക്കും പറഞ്ഞാൽ മുഖം വരയ്ക്കുക എന്ന് പറയുന്നൊരു ശ്രമം നിർത്തിയതാണ്. അതിനുശേഷം ഇപ്പം ഈ പറയുന്ന ഈ കൃഷ്ണ രാധ ഇതൊക്കെയാണ് ആദ്യമായിട്ട് വരച്ച് തുടങ്ങിയത്. അങ്ങനെ അപ്പോൾ ഇത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ഇതിങ്ങനെ പറയുകയും ചെയ്തു, പൈസ ഇട്ടു, എല്ലാം ചെയ്തു, ഞാൻ എന്ത് ചെയ്യും? അപ്പോൾ പിന്നെ നമുക്കിപ്പം ഒരുപാട് ആപ്പുകളും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അത് നമ്മളെ കുറേ ഹെൽപ്പ് ചെയ്യും. ഒരു ഫോട്ടോ കിട്ടിയാലും അതിനെ ഒരു വരച്ച ചിത്രത്തിൻ്റെ രീതിയിലേക്കൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുമല്ലോ. അങ്ങനെ ഞാൻ പിക്സാർട്ടിൽ പോയി എന്തൊക്കെയോ കാണിച്ച് കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു ഫോട്ടോയെ ഇട്ട് പണിത് ഒരു ഏകദേശം ഒരു വരച്ച ചിത്രത്തിൻ്റെ പോലെ ആ ഒരു ഷെയ്ഡ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെയൊക്കെ മാറ്റിയെടുത്തിട്ട് ഫോണിൽ നോക്കി തന്നെ ഞാനിത് വരച്ചത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് പറയണം കേട്ടോ. കാരണം ഒരു ഫേസ് ഞാൻ ആദ്യമായിട്ട് വരയ്ക്കുന്നതാണ്. ഞാൻ ചിത്രം ഒന്നും വരയ്ക്കാനോ അങ്ങനെയൊന്നും പഠിച്ചിട്ടില്ല. ഇപ്പോൾ അടുത്ത കാലങ്ങളിലാണ് ഞാൻ സീരിയസ് ആയിട്ടൊക്കെ ഇങ്ങനെ വരയ്ക്കാനും ഒക്കെ ശ്രമിച്ചും തുടങ്ങിയത്. അപ്പോൾ ആദ്യത്തെ ഒരു വർക്ക് എന്നുള്ള രീതിയിലുള്ളൊരു പ്രോത്സാഹനം ഞാൻ എല്ലാവരിൽ നിന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. ഈ വീഡിയോയുടെ ഒരു ഷോർട്ടൊക്കെ ഇന്നലെ ഞാൻ ഇട്ട് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ കസിനാണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും അതൊക്കെ കണ്ടിട്ട് എന്നോട് നല്ല അഭിപ്രായമൊക്കെയാണ് പറഞ്ഞത്. സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു ഞാൻ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ. അപ്പം അടുത്ത കുട്ടികളൊക്കെ വന്നിട്ട് എന്നോട് ഇതുപോലെ എനിക്കും വരച്ചു തരുമോ എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ കുറേ സാധനങ്ങളൊക്കെ എനിക്ക് ഇട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ആ ചിത്രങ്ങളൊക്കെ ആയിട്ട് അടുത്ത ദിവസങ്ങളിൽ കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യും, കമൻറ്റ് ചെയ്യും, സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ.